ജങ്കാർ സർവീസിനെ ചൊല്ലി പൊന്നാനി നഗരസഭ കൌൺസിൽ യോഗത്തിൽ ബഹളം. നഗരസഭ നടത്തിയിരുന്ന ജങ്കാർ സർവീസ് പുറത്തൂർ പഞ്ചായത്ത് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളമുണ്ടായത്. ഭരണസമിതിയുടെ പണിയെടുക്കണം, ഉദ്യോഗസ്ഥരുടെ പണിയെടുക്കണം. കൃത്യമായിട്ട് ഇവിടെ എത്രയോ കൗൺസിലർമാർ കൃത്യമായി വാർഡ് സഭ വിളിച്ചവരുണ്ട്. പറഞ്ഞ ഡേറ്റിന് ഇതുവരെ ഫോം ആരുടെയെങ്കിലും കയ്യിലെത്തിയിട്ടുണ്ടോ? എന്നിട്ട് ഫോം ഇനി വരും, എന്നിട്ട് നിങ്ങൾ വാർഡ് സഭ വിളിക്കണം. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഫോം വരുന്നു, വാർഡ് സഭ വിളിക്കണം. ഇത് എത്തണ്ടേ? ഫോം എത്തണ്ടേ? അല്ല, ഫോം വളരെ കൃത്യമായി എത്തണം. ഇനി അത് ഓരോ വീടുകളിൽ ഞങ്ങൾ കൊണ്ടുകൊടുക്കണം. നിരക്ക് വർധനയെ ചൊല്ലി പഴയ കരാറുകാരുമായി പൊന്നാനി നഗരസഭ ഇടഞ്ഞതോടെ നിലച്ച ജങ്കാർ സർവീസ് പുറത്തൂർ പഞ്ചായത്ത് നടത്താനുള്ള തീരുമാനം നഗരസഭാ ഭരണസമിതിയുടെ ഇച്ഛാശക്തിയില്ലായ്മ മൂലമാണെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. എന്നാൽ പലതവണ ടെൻഡർ വിളിച്ചിട്ടും ആരും സർവീസ് നടത്താൻ മുന്നോട്ട് വന്നില്ലെന്നും സർവീസിനായി ജങ്കാർ കിട്ടാനില്ലാത്ത സ്ഥിതിയാണെന്നും ഭരണസമിതി പറഞ്ഞു. യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ BM ആരോപിച്ചു. 2 വർഷമായി നിർത്തിവെച്ച പൊന്നാനി പടിഞ്ഞാറേക്കര ജങ്കാർ സർവീസാണ് പുനരാരംഭിക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമുള്ള ജങ്കാർ ഉപയോഗപ്പെടുത്തി പുറത്തൂർ പഞ്ചായത്ത് പൊന്നാനി പടിഞ്ഞാറേക്കര റൂട്ടിൽ ജങ്കാർ സർവീസ് തുടങ്ങുന്നത് അഴിമുഖത്തെ കടത്തു സർവീസ് അവകാശം പൊന്നാനി നഗരസഭയ്ക്കാണെന്ന ഉറച്ച വാദവുമായി വർഷങ്ങളോളം നിലകൊണ്ട പൊന്നാനി നഗരസഭയാണ് ഒടുവിൽ പുറത്തൂർ പഞ്ചായത്തിന് സർവീസ് അനുമതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അഴിമുഖത്ത് ജങ്കാർ സർവീസ് പുനരാരംഭിക്കാൻ ആവുന്നത്ര ശ്രമങ്ങൾ പൊന്നാനി നഗരസഭ നടത്തിയിട്ടും ലക്ഷ്യം കാണാതായതോടെയാണ് പുറത്തൂർ പഞ്ചായത്തിന് സർവീസ് അനുമതി നൽകിയിരിക്കുന്നത്. ഈ ഇനത്തിൽ നഗരസഭയുടെ വലിയൊരു വരുമാന മാർഗമാണ് നഷ്ടപ്പെടുന്നത്. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.